മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത വിരുന്നിലെ പ്രിയ ഗായിക അതിഥി, വെൽക്കം ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് കുലം എന്ന സിനിമയിലെ ചുണ്ടത്ത് എന്ന പാട്ടാണ്. ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ബിക്കോസ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ചിത്രമ്മയാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കോമ്പോസിഷൻ എസ്പെഷ്യലി ഓർക്കസ്ട്രേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷനും ചിത്രമ്മയുടെ വോയിസൊക്കെ നമ്മളൊരു വേറെ തന്നെ ഒരു മൂഡിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആണ് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അതേ ഫീലിംഗ് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ പാടിയിട്ട് വരാം. ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം ചെയ്തപ്പോ പറഞ്ഞില്ലേ ജഡ്ജസിന്റെ അടുത്ത് പറയുമെന്ന്, അത് പറയാണ്. അതിഥി ചെയ്ത് കാണിക്കണം. ഓക്കെ, എന്താ പറയാൻ വന്നെന്നറിയോ? അതിഥി അടിപൊളിയായിട്ട് മദാമ പറയുന്ന പോലെ മലയാളം പറയും. കേക്കണ്ടേ? പറഞ്ഞേ, ഒന്ന് പറ പ്ലീസ്. പറയേ. എന്താ സെന്റൻസ് ഹോട്ടാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറയും. ഒരു സെന്റൻസ് വരെ ഞാനത് അന്ന് നീ തന്നെയാണ് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കിയത്, ഞാൻ ഓർക്കുന്നില്ല. ഇത് ഭയങ്കര ചൂടാണ്. ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാ വന്നത്? ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഒരു ഫ്ലൈറ്റ് പിടിച്ചാ വന്നേ, ഫസ്റ്റ് ക്ലാസ്സിൽ. എന്ത് ചെയ്യാനാ, ഞാൻ ഭയങ്കര റിച്ച് ആണ്. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര പൈസയൊക്കെ കൊടുക്കും. എനിക്ക് ഭയങ്കര പോക്കറ്റ് മണിയൊക്കെയാണ്. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര കോൾഡ് ആണ്. സോ കോൾഡ്. ഇവിടെ ഭയങ്കര ഹോട്ട്. ഓ മൈ ഗോഡ്, എനിക്ക് ഇത് ഐ കനോട്ട് ടേക്ക് ഇറ്റ്. ഓ മൈ ഗോഡ്, എനിക്ക് എടുക്കാനേ പറ്റും. റോൾസ് റോയ്സ് കാർ കൊടുത്തായിരുന്നു. അത് ആക്ച്വലി അത് ഞാൻ സെൽ ചെയ്തു ബിക്കോസ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല അത്. എനിക്കൊക്കെ ഈ ബെസ്റ്റ് കാർസൊക്കെയാണ് എന്താ പറയാ ഈ കാർ സ്റ്റോഴ്സ് ഒക്കെ വെക്കുന്നത്. എനിക്ക് വേണ്ടിയില്ല. പഴംപൊരി ഇഷ്ടമാണോ? No, please. No, I don't eat those. I eat pizzas and burgers, അതൊക്കെയുള്ളൂ എനിക്ക്. അല്ല, ഞാൻ വേറെ കാര്യം, പഴങ്കഞ്ഞി ഇഷ്ടമാണോ? No, ew. Ew. ഏത് പാട്ടാ മോളെ പാടുന്നത്? എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കുഴ. എന്തമ്മേ ചുണ്ടത്ത്. ഞാൻ ഇപ്പൊ വിചാരിച്ചു ഞാൻ ഇങ്ങനെ അല്ല. എം ജി രാഷൻ സാറിന്റെ പാട്ടല്ലേ, സൂപ്പർ സോങ്, നന്നായിട്ട് പാടണം. എനിക്ക് ഒരു സംശയമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും അതിഥി പൊക്കം വെക്കുകയും മീനൊട്ടി പൊക്കം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. അതിഥി ഹീൽസ് ഇട്ടിട്ടുണ്ട്. ഇല്ലല്ല, പൊക്കം കൂടുതലാണ്. സംഭവിച്ചോ? എനിക്ക് പൊക്കം കൂടുതലാണ്. അല്ല, എനിക്ക് അതാ പറഞ്ഞ അതിഥി ഹീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹീൽസ് ഇട്ടോണ്ടല്ല. അല്ല, അത് മാത്രമല്ല, അത് ഇല്ലെങ്കിലും പൊക്കം കുറവാ. വെറുതെ അത് പറഞ്ഞ് ചമ്മാൻ നിൽക്കണ്ട. അല്ല, മീനൂട്ടിക്ക് 10, 18, 19 വയസ്സായിട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, 18 വയസ്സായിട്ട് ഈ കുരുട്ടായിട്ട് 18 വയസ്സോ എനിക്കോ? കുരുട്ടയോ? 18 വയസ്സുണ്ടെങ്കിൽ പൊക്കമില്ലേ? കൂടുതൽ ബഹളം വെച്ച ബുർജ് ഖലീഫയുടെ മോളിൽ നിന്ന് എടുക്കുക. വളിപ്പ അടിച്ചതല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു ബുർജ് ഖലീഫ ഉണ്ട്. ഞാൻ അതിന്റെ കാര്യമാണ്, ദുബായിലല്ല. ഞങ്ങളുടെ നാട്ടിൽ വീടിന്റെ തൊട്ടിപ്പറ ഒരു കെട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾ ബുർജ് ഖലീഫ എന്നാ പറയാ. അച്ചടാ, സുന്ദരി മണിയാടാ. നമ്മുടെ മീനൂട്ടി കഴിഞ്ഞിട്ടുള്ള ആരും. അതാണ് അതിഥി. നോക്കണോക്കെ അതിഥിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി അല്ലേ? മതി. അപ്പൊ പാടിക്കോ മോളെ.
നമ്മുടെ മദാമക്കുട്ടി നന്നായിട്ട് പാടിയില്ലേ? പിന്നെ നന്നായിട്ട് പാടി. അതായത് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, പാട്ടുകളൊക്കെ പാടാൻ വലിയ ഡിഫിക്കൽട്ടാണ്. കാരണം ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് സോ മെനി എക്സ്പ്രഷൻസ്, ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എ സോങ്. യു സാങ് വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഒന്ന് പറയാനുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ അതായത് അനുപല്ലവിയുടെ സെക്കൻഡ് ഇതില് ശ്രുതി അത് ഒന്ന് പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യൂ പ്ലീസ്. പാമ്പാടും കാവിൽ നീ ചെല്ലുമ്പോൾ തൈതെന്നൽ താളം ദേവി തന്നില്ലേ ഇപ്പോഴും കുറച്ച് സാധനങ്ങൾ കുറച്ച് അവിടെ കുറച്ച് കുറയുന്നുണ്ട്. ബട്ട് ഗ്ലൈഡ്സ് എല്ലാം വളരെ നന്നായിരുന്നു. ദൈവതം വാസ് എക്സലന്റ്. ദ ലാൻഡിങ് ഇൻ ടു ദാറ്റ് ദൈവതം വാസ് ഫാന്റാസ്റ്റിക്. ബട്ട് അതിന് മുമ്പുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് മാത്രം കുറച്ച് പോയി, അതത്രേ ഉള്ളൂ. പെട്ടെന്ന് തിരുവനന്തപുരത്തെത്തി. ഞാൻ പറയുന്നില്ല എന്താണ് മിസ്റ്റേക്ക്, കാരണം എനിക്ക് മലയാളം കുറച്ച് അറിയാവൂ. അറിഞ്ഞൂടാ. സോറി, മലയാളം അറിഞ്ഞൂടാ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ടെക്സാസിൽ നിന്ന് തമ്മാനൂർ എത്തി നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്, വളരെ ഇഷ്ടപ്പെട്ടു. മലയാളം അരിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അരിയില്ല. ആരാണ് സെലക്ട് തന്നത് ഇത്? ഇത് ആക്ച്വലി നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഫാമിലി എവിടാണ്? ഫാമിലി ഫ്രം ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ഞാൻ ഇഷ്ടം പോലെ വന്നു. അവിടെ എല്ലാ ഏരിയസും എനിക്ക് അറിയാം. കാലിഫോർണിയ കുറേ പ്രശ്നം പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ അരിഞ്ഞൂടാ. കേരളം അറിഞ്ഞൂടാ. കേരളം ഇവിടെ ഒന്നും അരിഞ്ഞൂടാ. കാറിൽ കൊണ്ടുവരും, I come here, say something and go. But you sang very nice. I liked it. നന്നായിരുന്നു. രസമായിട്ട് പാടി. നല്ല സോങ് സെലക്ഷനാ, നല്ല പാട്ടാണിത്. എം ജി ദാശൻ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അങ്ങനെ കേൾക്കുമ്പോഴേ ഒരു വസന്തം വന്ന മാതിരിയാണ്, സ്പ്രിംഗ് സീസൺ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇതൊരു സുഖം അല്ലേ? അതുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ സെലക്ഷൻ അതിഥീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സോങ് റിമൈൻഡ് ചെയ്യും. അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ണാ, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ചൊരു ഇൻകൺസിസ്റ്റൻസി തോന്നി മോളുടെ ശബ്ദത്തിൽ. അതായത് എന്താ വെച്ചാൽ ഇത് അതിഥിയുടെ ഫോർട്ടേ അല്ല ഈ റേഞ്ച് എന്ന് പറയുന്നത്. അല്ല അതിഥിയുടെ ശരിക്കുമുള്ള ഫുൾ ടാലന്റ് കാണിക്കാൻ പറ്റുന്ന റേഞ്ച് പറഞ്ഞാൽ വേറെയാണ്. അത് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് മോളിങ്ങനെ അതിഥി എപ്പോഴും വളരെ ഡെയറിങ് ആണ്. എന്താ പറയുക, അതല്ലാത്ത അതിഥിയുടെ അല്ലാത്ത ഏരിയയിലുള്ള കാര്യങ്ങളും ശ്രമിച്ച് നോക്കാനുള്ളൊരു ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയും കൂടി മോൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഇത് പാടണമെങ്കിൽ പണ്ട് അനുമാമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളോട്. സാധാരണ മോളുടെ ഒരു ഒറിജിനൽ ചെസ്റ്റ് വോയിസും ഒക്കെ ഉപയോഗിച്ച് പാടുന്നതിനെക്കാട്ടിലും കൂടുതൽ ബ്രീത്ത് ആവശ്യമുണ്ട് പ്യോർലി ഹെഡ് വോയിസിൽ പാടാൻ. സുഖമായിട്ട് പറ്റും അതിഥിക്ക്. അതിഥി ഈ ഷിഫ്റ്റുകളൊക്കെ സുഖമായിട്ട് ചെയ്യുന്ന ആളാണ്. താഴത്തുനിന്ന് റേഞ്ച് മുതൽ മുകളിൽ വരെ നോട്ട്സ് ഒരു എന്താ പറയുക ഒരു ഒക്ടേവ് കഴിഞ്ഞ് അടുത്തത് സുഖമായിട്ട് പാടുന്ന ആളാണ്. പക്ഷെ അതിൽ മാത്രമാണ് ഈ പാട്ട്. മോൾ കംപ്ലീറ്റ്ലി ഈ ഏരിയയിലാണ്, തൊണ്ടയിലും ഈ ഇങ്ങനെ തൊണ്ടയുടെ പുറകിലുമായിട്ടാണ് ഈ വോയിസ് നിൽക്കുന്നത് ഈ പാട്ടിൽ. അപ്പം താഴേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അറിയാണ്ട്, അല്ലേ? തോന്നിയില്ലേ? അത് പെട്ടെന്ന് ചെസ്റ്റ് വോയിസിലേക്ക് ഇങ്ങനെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുകളിൽ പാടി വന്ന് താഴത്തെ നോട്ട്സാ പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തൂവി തന്നില്ലേ, അതില്ലേ ആ സ്ഥലം എത്തുന്ന അതുമൊക്കെ ഹെഡ് വോയിസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് പറയുമ്പോൾ മോൾക്ക് ചെസ്റ്റ് വോയിസിൽ പാടാൻ പറ്റിയ ഏരിയയാണ്. പക്ഷേ ഈ പാട്ടിനകത്ത് അതും അതേ റേഞ്ചിൽ തന്നെ പാടേണ്ടതുണ്ട്. അപ്പം അങ്ങനെ കുറേ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് എക്സ്ക്ലൂസീവ്ലി അതിഥിക്ക് വേണ്ടിയിട്ടുള്ള പറച്ചില്ല, കാരണം അതിഥിയുടെ വോയിസ് ടെക്സ്ചർ അങ്ങനത്തെയാണ്. അത് അറിയണോണ്ട് പറയുകയാണ് മോളെ. അപ്പം ഇങ്ങനത്തെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആ റേഞ്ച് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യണം, കുറച്ചും സ്ട്രോങ്ങർ ആക്കണം. ഇങ്ങനെ നിൽക്കണം പാടുമ്പോൾ. അയ്യോ ഇപ്പം തെറ്റും എന്ന് തോന്നരുത് നമുക്ക് കേൾക്കുമ്പോൾ. ഗോഡ് ബ്ലെസ് യു. നന്നായിട്ട് പാടി അതിഥി കുട്ടി. ഇത് പണ്ട് പറയാമായിരുന്നു, അതായത് ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാനായിട്ടുള്ള നല്ലൊരു ശ്രമം അതിഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സിത്ത് പറഞ്ഞതിൻ്റെ അടുത്തൊരു ഭാഗം ഞാൻ പറയാം.
നീ പ നീ പ മ പ രേ നേ രേ സ. ഇത് പാടുമ്പോഴത്തേക്ക് ഞാൻ ചെസ്റ്റ് വോയിസ് ആണ് ഇപ്പൊ പാടുന്നത്. എന്ന് പാടുമ്പോ എന്ന് പാടുമ്പോ ഞാനത് കേട്ടി ഹെഡ് വോയിസിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പ്രാക്ടീസ് ഒരേ രീതിയിൽ ചെയ്യാൻ അതിഥിക്ക് പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ചെസ്റ്റ് വോയിസ് ആയാലും അല്ലെങ്കിൽ ഹെഡ് വോയിസ് ആയാലും നമ്മുടെ റിയൽ വോയിസ് ആയാലും ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോ ജോണേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് പാടാവുന്ന രീതിയിൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് ആ രീതിയിൽ. ഇതിപ്പോൾ ആ ഹെഡ് വോയിസിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ഹെഡ് വോയിസിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഇൻകൺസിസ്റ്റൻസി, ദാറ്റ്സ് എ വേർഡ് ഷീ യൂസ്ഡ്, ദാറ്റ്സ് പെർഫെക്റ്റ്. സിത്തു അത് കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ആ ഇൻകൺസിസ്റ്റൻസിയാണ് ഇതിലെ ആലാപനത്തിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടെന്ന് പറഞ്ഞത്. പക്ഷെ ആ സംഗതികളും അതേസമയം അതിഥിയുടെ ടാലൻറ്റും ഒക്കെ അതിനകത്ത് എവിഡൻറ്റും ആയിരുന്നു. അപ്പോൾ അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് കൂടുതൽ പറയണ്ട, നെഗറ്റീവും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. വോയിസിന് കുഴപ്പമില്ലെങ്കിൽ അത് ശരിക്ക് ഈ വോക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരത്ത് ചോദിക്കണം. ബിക്കോസ് ഇത് രണ്ടും നമുക്ക് സൈമിൾട്ടേനിയസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദത്തിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ റിയൽ വോയിസ് പാടുമ്പോഴത്തേക്ക് അതിനിടയിൽ ഒരു ഹെഡ് വോയിസിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു നോട്ടിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ഫുൾ സോങ് അതിൽ പാടുമ്പോൾ വിച്ച് ഇസ് നോട്ട് യുവർ നാച്ചുറൽ വോയിസ്. ഇപ്പം നാച്ചുറൽ വോയിസിലൊന്ന് പല്ലവി പാടാറുണ്ട്, മേളിലോട്ട് പോകണ്ട. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ അവിടെ മാറ്റിക്കോളൂ. കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ ബാക്ക് ടു റിയൽ വോയിസ്. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കാം. രണ്ടിന്റെയും ഒരു കൊളാഷ്. യാ കം ഓൺ. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ എന്തമ്മേ ആ ഷിഫ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കേൾക്കാനും രസമായിരിക്കും, പാടാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അനുപല്ലവി തുടങ്ങുന്നതിന് പാമ്പാടും കാവിൽ നീ ചെല്ലുമ്പോൾ തൈത്തന്നൽ താളം ദേവി തന്നില്ലേ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ കാർനിഴലൊഴുകിയ നെൽവയലിൽ നെക്സ്റ്റ് നീ അത് റിയൽ വോയിസ്. പാടും ഗാനം പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തൂവി തന്നില്ലേ പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തൂവി തന്നില്ലേ. ഈ ബേസ് റേഞ്ചിൽ ഇപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആണ് വോയിസ് കേൾക്കാനായിട്ട്. അപ്പോൾ ഈ സജഷൻ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു വോക്കൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ച് വേണ്ട രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ നാളെ പറയും ജയചന്ദ്രൻ അങ്കിൾ വന്ന് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ ശബ്ദം മോശമാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കാരണക്കാരനേ അല്ല എന്ന് പ്രത്യേകിച്ച് പ്രസ്താവിക്കുന്നു ഈ സമയത്ത്. അതിഥി എനിക്ക് തോന്നുന്നു സാർ, അതിഥി ഒരു നല്ല എന്താ പറയാ, അതിഥിയുടെ വോയിസ് ശരിക്കും ആ രീതിയിൽ പഠിക്കേണ്ടതാ തോന്നുന്നു അല്ലേ സാർ? ഭയങ്കര സ്പെക്ട്രം കിട്ടും തോന്നുന്നു അതിഥിക്ക്. താഴത്തെ റേഞ്ച് മുതൽ മുകളിൽ വരെ സുഖമായിട്ട് പോകുന്ന. ഒറ്റ കാര്യം കൂടി മോളോടൊന്ന് പറഞ്ഞോട്ടെ, മോള് പാടുന്ന സമയത്ത് എസ്പെഷ്യലി ഹയർ നോട്ട്സ് പാടുമ്പോൾ ഒരു നെയ്സൽ ടോൺ വരാനുള്ളൊരു ചെറിയ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വോയിസ് ഇങ്ങനെ തിന്നാക്കിയിട്ട് മോൾ ഈ സ്ഥലത്ത് കൂടിയാണ് പുറത്തേക്ക് വിടുന്നത്. കുറച്ചും കൂടി റൗണ്ടഡ് ആയിട്ട് അക്ഷരങ്ങൾ ഇത്തിരി കൂടി ഉരുട്ടി പറയണം. നമ്മുടെ ഈ ഒരു ഏരിയ ഇല്ലേ, അതൊരു ബോക്സ് പോലെ തന്നെ നമ്മൾ മനസ്സിൽ കാണുക. അപ്പോൾ ആ സ്ഥലം നല്ല ഇങ്ങനെ വലുതാക്കി വെക്കാനുള്ളൊരു അങ്ങനെ ഇമാജിൻ ചെയ്യണേ നമ്മളിതൊക്കെ. വോയിസ് ഇങ്ങനെ പോകണതൊക്കെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് പാടുകയാണ്. അപ്പോൾ കുറച്ച് നെയ്സൽ നമ്മൾ കേട്ട് നോക്കൂ കേട്ടോ. ഇത്തിരി മൂക്ക് ശബ്ദം അത് വേണ്ട, അതല്ലാണ്ട് അത് ഇല്ലാണ്ട് വെറുതെ ചിലപ്പോൾ അൺപ്ലഗ്ഡ് ആയിട്ട് ഇങ്ങനെ പാടാറുണ്ട് അതിഥി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ശബ്ദം. ഓക്കെ, ഇത്രയല്ലോ. മീനുട്ടി, അയ്യോ ഇവര് കുറെ നേരം കൊണ്ട് പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടാ ഈ ചെസ്റ്റ് വോയിസ്. വാട്ട് ഈസ് ചെസ്റ്റ് വോയിസ്, വാട്ട് ഈസ് ഹെഡ് വോയിസ്? ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആക്ച്വലി പറയാറില്ല. നമുക്ക് ശ്രദ്ധശേഷിയുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, എന്താണ് ഈ ചെസ്റ്റ് വോയിസ്? ഒന്ന് Please പറഞ്ഞു explain, എനിക്ക് സത്യജേഷി. അറിഞ്ഞൂടാ.
ഇപ്പം നമ്മൾ പാടുമ്പോഴത്തേക്കും ഈ ചെസ്റ്റ് ശബ്ദത്തിൻ്റെ പ്രൊഡക്ഷൻ നാഭി ഹൃത് കണ്ഠരസന, നാഭിന്ന് ഹൃദയം എന്നാണ് നമ്മുടെ ത്യാഗരാജ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ ഇതിൽ ചെസ്റ്റ് വോയിസ് നമ്മൾ നോട്ട് പാടി നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റും വൈബ്രേറ്റ് ചെയ്യും ആ സമയത്ത്, യുനോ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷന് ചെസ്റ്റിൻ്റെ ഒരു എന്താണ് ആ ചെസ്റ്റിലൂടെയാണ് സപ്പോർട്ട് ഇതൊക്കെ പെർസെപ്ഷൻസ് ആണ് സാർ. നമ്മുടെ ഒരു നമ്മൾ ഏത് സ്ഥലത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ബട്ട് വി തിങ്ക് it is with the support of the chest that we are able to do this. So we call that the chest voice. Then you should take that chest voice to the head. Yeah. Then it will become head voice. Head voice. Yes. അറിയാമോ? അറിയാം. Okay. So that is about transporting the voice from the chest to the head and making it sound as what? Head voice. Okay. അപ്പോ നമുക്ക് മാർക്സ് അറിയണ്ടേ? 2 സെക്കൻഡ് ഇതിന്റെ മാർക്സ് പറയൂ. സെക്കൻഡ് സ്റ്റേജിന്റെ മാർക്ക് മലയാളത്തിൽ പറയാൻ പറ്റുമോ നോക്കട്ടെ. അതിഥിക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞോട്ടെ സാർ. 275 out of 300. Great score. And you were on third position. Congrats. Consistent ആണ് അതിഥി. Third position. Last time on third position ആയിരുന്നു. ലാസ്റ്റ് ടൈം ഫോർത്ത് പൊസിഷൻ. ഫോർത്ത് ഓക്കെ. അപ്പം ഇപ്പൊ തേർഡിലേക്ക് എത്തി. ഇനി സെക്കൻഡ് ഫസ്റ്റ് അതാണ് ഉദ്ദേശം അല്ലേ? ബേബി. So that means you are going to get a star for this. Okay. So please give it to her. എല്ലാരും ഇത് കുത്താൻ ഭയങ്കര പ്രയാസമാണ്. സാധാരണ മലയാളം വന്നു. ഈ എപ്പിസോഡ് കണ്ടുമ്പോഴേക്കും ആൾക്കാർ വേർത്ത് ചാവും വെക്കുവാണ്. തീരെ ആയതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല. അകത്ത് കാണും. വേഗം കുറ്റു. കുറ്റു. യെസ്, അടിപൊളി. ഒരു നല്ല കൈരി കൊടുക്ക. ഇവിടെ ഉണ്ട് 2 കാര്യം. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പൊ ഗ്രേഡ് പറയൂ. മുത്തൂസിനോട് ചോദിച്ചോളൂ. മുത്തൂസേ സാർ പറഞ്ഞു. സാറേ മുത്തൂസിന്റെ ശബ്ദം. ഹലോ മുത്തൂസ്. വൃത്തിയുടെ ശബ്ദം മുത്തൂസ്. എല്ലാരും കേട്ടില്ലേ അപ്പൊ മുത്തൂസ് പറയണത്? മുത്തൂസ് പറഞ്ഞിരിക്കുന്നത് അതിഥിയുടെ ഇന്നത്തെ പെർഫോമൻസിന് ഇറ്റ്സ് A+. അപ്പോ അതിഥി സന്തോഷമായല്ലോ അല്ലേ? അതിഥിയുടെ ലാംഗ്വേജ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ സംസാരിച്ചു. തീർച്ചയായിട്ടും ജനങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇന്നത്തേക്ക് ഒരു വലിയ പൂക്കുച്ച്. Congratulations, you are awarded A+ for this song. Very good. Thank you.